മോഹൻലാൽ എന്ന പേര് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ഇന്ന് എല്ലാവരും മോഹൻലാൽ മോഹൻലാൽ എന്ന നടനെ പറ്റി പറയുമ്പോൾ 6ാം ക്ലാസ് മുതൽ എൻ്റെ ലാലുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ട മല്ലിക ചേച്ചിയാണ് ഞാൻ. ആദ്യ പടത്തിൻ്റെ സ്വിച്ച് ഓണിന് എനിക്ക് വർഷത്തിൽ ഇതുപോലെ കണ്ണ് നിറഞ്ഞു. കാരണം ഒരുപാട് പേര് ട്രിവാൻഡ്രത്ത് താജ് ഹോട്ടലിൽ ഇരുന്നപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സംസാരിക്കണം, അത് മല്ലിക ചേച്ചി വേണം എന്ന് ആൻ്റണി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ ഗുരുത്വം, ഞാൻ ഇപ്പോഴും ലാലു ലാലു എന്നാണ് വിളിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരോടും ഒരുപോലെയുള്ള ആ ഒരു മനുഷ്യസ്നേഹം, ഗുരുത്വം, ബഹുമാനിക്കാനുള്ള ആ ഒരു സ്വയം തിരിച്ചറിഞ്ഞ് ബഹുമാനിക്കുന്ന ഒരു കഴിവ്, അതൊക്കെ സിനിമയിലൊക്കെ എത്തിക്കഴിയുമ്പം പലർക്കും മങ്ങിപ്പോകാറുണ്ട്, മാഞ്ഞു പോകാറുണ്ട്. പക്ഷേ എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയും, ലാലേട്ടനെ കണ്ടുപഠിക്കണം അക്കാര്യത്തിൽ. അതുതന്നെയാണ് ലാലുവിൻ്റെ ഐശ്വര്യവും. തീർച്ചയായിട്ടും അതെ, അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. മോഹൻലാൽ എന്ന ഒരു പേര് ഉണ്ടായ ഒരു ചിത്രത്തിൽ എൻ്റെ മകൻ ഇന്ദ്രജിത്ത് അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അതും വലിയ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മഞ്ജുവിൻ്റെ കൂടെ. ഞാൻ എപ്പോഴും പറയും, ഞാൻ വെളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പൂർണ്ണിമയെടുത്ത് ചോദിക്കും, മഞ്ജുവിനെ കണ്ടാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് കണ്ടു എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എല്ലാ പടങ്ങളും ഞാൻ മഞ്ജുവിൻ്റെ കാണാറുണ്ട്. അപ്പം ഇവൻ്റെ കൂടെ മഞ്ജു ആണ് അഭിനയിക്കുന്നത് പറഞ്ഞപ്പം അതിലേറെ സന്തോഷം. അപ്പോൾ എല്ലാം കൊണ്ടും ആദ്യത്തെ ദിവസം ആദ്യ ഷോ കാണാൻ ഞാൻ റെഡിയായിട്ടിരിക്കുക. അല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പേ ലാലു പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ സുഖമായിട്ട് അഭിനയിച്ചു. സത്യനന്ദിക്കാടായിരുന്നു പിൻഗാമി, അത് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ്. പിന്നെ ലാലുവിൻ്റെ ഛോട്ടാ മുംബൈയിൽ ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട് തന്നെ ഞാനും അഭിനയിച്ചു. അത് കഴിഞ്ഞ് കുറേ കാലം വിദേശവാസമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഏതായാലും സുവേട്ടനുമായിട്ട് ഒരുപാട് എനിക്കത് ഞങ്ങൾ 1-2 പടം പ്രൊഡ്യൂസ് ചെയ്തു. ആദ്യം ഒരു ഇരകൾ കഴിഞ്ഞിട്ട് അതൊരു സാമ്പത്തികമായിട്ട് കുറച്ച് മോശമായപ്പോൾ പടയണി എന്നൊരു ചിത്രം എടുത്തു. അപ്പോൾ അതിൽ മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചു. അപ്പോൾ ലാലുവിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഫോണിൽ കൂടെ പറഞ്ഞിങ്ങനെ, മോനെ ഇങ്ങനെ സുവേട്ടൻ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ചേച്ചി പറഞ്ഞാൽ അത് എവിടായി എപ്പോഴായി എന്താ ഡേറ്റ്, ഞാനത് ആദ്യമേ പറഞ്ഞത്. കാരണം അന്നും ഇന്നും എൻ്റെ മൂത്ത സഹോദരനോട് വലിയ അടുപ്പമാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആ ഒരു അടുപ്പം പിന്നീട് സുവേട്ടൻ കുടുംബത്തിൽ വന്നു. എല്ലാ കാര്യത്തിലും ലാലു ആണെങ്കിലും ശാന്തമ്മ ചേച്ചിയാണെങ്കിലും, ലാലുവിൻ്റെ സഹോദരൻ ഞാനും ഒരേ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചതാണ്, അദ്ദേഹം ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുടുംബപരമായിട്ട് ഒരുപാട് അടുത്ത ബന്ധങ്ങളുണ്ട് ലാലുവുമായിട്ട്. അതൊരു പക്ഷേ പലർക്കും അറിയത്തില്ല. പക്ഷേ ആ ഒരു ബന്ധവും അടുപ്പവും ഇന്നും ലാലു മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഒരുപാട് സന്തോഷവതിയാക്കുന്നത്. സുവേട്ടൻ്റെ പിൻഗാമി അഭിനയിക്കുമ്പം ഊട്ടിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദശരഥം ഷൂട്ടിങ്ങിന് ഊട്ടിയിൽ വരുമ്പോൾ ലാലു, ജയഭാരതി, സുവേട്ടൻ ഇവരൊക്കെ അഭിനയിച്ചൊരു പടമാണ്. മിക്കവാറും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലായിരിക്കും എല്ലാവരും കൂടെ. ഊട്ടി കേൾക്കുന്നൊരു ഫ്ലാറ്റുണ്ട്, ഫ്ലാറ്റല്ല ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ആണെങ്കിലും ഒരു വീട് പോലെ തന്നെയാണ്. അപ്പോൾ അന്ന് ഒരുപാട് നല്ല ഓർമ്മകൾ. വൈകിട്ട് ഭക്ഷണം കഴിക്കുക, ലാലു നന്നായിട്ട് പാചകം ചെയ്യുക, അത് ലാലുവിൻ്റെ ഫാൻസിനറിയാം നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമാ നടൻ, അതൊരു നമ്മൾ പറയണ്ട. കാരണം മലയാള സിനിമയുടെ അല്ല, സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ ലോക സിനിമയുടെ ചരിത്രം എഴുതുമ്പോഴും അതിലൊന്നാമത് നിൽക്കുന്നൊരു പേരാണ് മോഹൻലാൽ. അപ്പം അത് എല്ലാവർക്കും സിനിമയെ പറ്റി പറയുമ്പോൾ, പക്ഷേ എൻ്റെ ലാലു എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ലാലുവിന് നന്നായിട്ടറിയാം. എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും, ഒരു പുസ്തക പ്രകാശനത്തിനാട്ടെ, ഒരു പടം തുടങ്ങുമ്പോഴാട്ടെ, മകൻ്റെ പടം തുടങ്ങുമ്പോഴാട്ടെ, എപ്പോഴും വിളിക്കും, ഞാൻ പോകാറുണ്ട്. ആ ബന്ധം സുവേട്ടനിലുണ്ടായിരുന്നു, എൻ്റെ മക്കളോടുണ്ട്, എന്നോട് ഇന്നും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുമ്പ് പോലും ഞാൻ സഹോദരനൂടെ വീട്ടിൽ പോയിരുന്നു. അന്ന് ലാലു ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഈ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ആ ബന്ധങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു കൂട്ടുകുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വില, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകയാക്കി മോഹൻലാലിനെ എല്ലാവരും കൊണ്ട് നടക്കണം. ഞാനത് വിനീതമായിട്ട് പറയാം. തീർച്ചയായും.